വെൽക്കം ടു എൻ റൂട്ട് ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി ഉള്ളൊരു യാത്രയാണ്. ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. ഏതായാലും ഇടുക്കി കയറുക എന്നുള്ള ഒരു പ്ലാനായിരുന്നു. നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ ടൈമിലാണ്, മഴയൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഡാർക്ക് ഗ്രീനിലും അതുപോലെ തന്നെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. മൊത്തത്തിൽ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു കൂളർ ടെമ്പറേച്ചർ ഉള്ള ടൈമിലാണ് നമ്മുടെ യാത്രയൊക്കെ. ഒരു 3 മണിയോടുകൂടി നമ്മൾ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി. അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്ന ഒരു ടൈമായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സഞ്ചാരികളുടെ ഒരു അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൂട്ടിൽ. പക്ഷേ പരുന്തുംപാറയും കാൽവരി മൗണ്ടും അതുപോലെ തന്നെ കല്യാണത്തണ്ടും ഈ 3 സ്പോട്ടിലും നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ തിരക്കുണ്ടെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കുകൾ നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇടുക്കി കയറുന്നവരുടെ ഒരു പ്രധാന അട്രാക്ഷനാണ് നമ്മുടെ ഈ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസ്. അവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയും കടികളൊക്കെ കിട്ടുന്ന നല്ല ചെറിയ കടകളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളവിടെ നിർത്തിയില്ല. ചെറിയ തോതിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്തില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. പരുന്തുംപാറയും കാൽവരി മൗണ്ടിലും കല്യാണത്തണ്ടിലും ഈ 3 സ്പോട്ടിലാണ് നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തുമ്പോഴത്തേക്കും തീരുമാനിക്കാനുള്ളൊരു ഇതിലായിരുന്നു. നമ്മൾ കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞപ്പം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പരുന്തുംപാറ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. അതിലും നല്ലത് കുറച്ച് തിരക്കില്ലാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത് കാൽവരി മൗണ്ടിലും കല്യാണത്തണ്ടിലും ഒക്കെയാണെന്നാണ് അറിഞ്ഞത്. എന്നാൽ എന്തായാലും കട്ടപ്പന റൂട്ടിൽ പോവാം. ആ റോഡും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റോഡാണ്. അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്ത് വരെയുള്ള ഭാഗം നല്ല ഭംഗിയുള്ള റോഡാണ്. നമ്മുടെ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള ശക്തമായ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യത നമ്മുടെ ഈ റോഡുകളിലൊക്കെ ഉണ്ട്. അപ്പം ക്ലൈമറ്റൊക്കെ നോക്കി ഒക്കെ ആണെങ്കിൽ മാത്രം പോവാം. നമ്മളേതായാലും പോയ ടൈമിൽ വലിയ മഴ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരുപാട് വെള്ളച്ചാലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ റൂട്ടിലുണ്ട്. അപ്പം സേഫായിട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവരും. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കാൽവരി മൗണ്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കാൽവരി മൗണ്ടിലേക്കാണ് നമ്മൾ പോയത്. കല്യാണത്തണ്ടിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നാണ് അറിഞ്ഞത്. കാൽവരി മൗണ്ട് പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ടിട്ട വീഡിയോയ്ക്കകത്തെ പോലെ ഗാർഡൻ്റെ സെറ്റപ്പുകളൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ കയറി ചെന്നപ്പോഴേ ഓർത്ത് വലിയ തിരക്ക് കാര്യങ്ങളും ഇല്ലയെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ ഇവിടെയും നല്ല തിരക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ളതുകൊണ്ടും പാർക്കിങ്ങിനും ഇരിക്കാനും ഒക്കെയുള്ള ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. കാൽവരി മൗണ്ടിലെത്തുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ഈ കാൽവരി മൗണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച, താഴത്തെ റിസർവോയറിൻ്റെ കാഴ്ച ഭയങ്കര ഭംഗിയുള്ളതാണ്. നമ്മളെന്തായാലും വന്ന ടൈമും നല്ലതായിരുന്നു. അത്യാവശ്യം കാർമേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്ന ഒരു ടൈം, ചെറിയ തണുപ്പ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെറിയ വെളിച്ചമുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ നീലക്കുറിഞ്ഞി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങി നോക്കി. താഴോട്ട് ഇറങ്ങും തോറും നമ്മുടെ ആ റിസർവോയറിൻ്റെ ഒരു ഭംഗി അടുത്തടുത്ത് വന്നു. നമ്മുടെ ഈ കാൽവരി മൗണ്ടിൽ നീലക്കുറിഞ്ഞി തുടങ്ങിയിട്ടേ ഉള്ളൂ, മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ പോയ ടൈമിലുണ്ടായിരുന്നത്. കുറേശ്ശെ ആയി വരുന്നുള്ളൂ. എങ്കിലും അതൊക്കെ ഒരുപാട് പേര് പറിച്ചുകൊണ്ട് പോയി നശിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ സംഭവം കണ്ടു. ഒരുപാട് സ്പ്രെഡായിട്ട് വന്നിട്ടില്ല, നിലവിലത് കയറി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കാൽവരി മൗണ്ടിലെയും പരുന്തുംപാറയിലെ അപേക്ഷിച്ച് ഇവിടെ പൊതുവെ തിരക്ക് കുറവ് വരുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കാണാനും ആ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ കാൽവരി മൗണ്ടിലുണ്ട്. കുറച്ചുകൂടെ ഫ്രീ ആയിട്ടും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കാൽവരി മൗണ്ട്, മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ നീലക്കുറിഞ്ഞി കണ്ടോയെന്ന് വെച്ചാൽ കണ്ടു. ഭയങ്കര സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എങ്കിലും ആദ്യം കാണുന്ന ഒരാൾക്ക് തോന്നുന്ന ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് ഒരുപാട് സ്പ്രെഡായി വന്നാലാണ് നല്ല രീതിയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ കണ്ടതിനെ വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം കുറേ നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ മേലേക്ക് കയറി. എന്തായാലും ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ആദ്യം കാണുന്നതുകൊണ്ടുള്ളൊരു പുതുമ മാത്രമേ ഉള്ളൂ, അവിടെ സ്പ്രെഡായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡാവും. അപ്പോൾ പോകുന്ന ആൾക്കാർ അത് അന്വേഷിച്ചിട്ട് മാത്രം പോവാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഇതിന് കാൽവരി മൗണ്ടിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കല്യാണത്തണ്ടുള്ളത്. കല്യാണത്തണ്ടിലേക്ക് പോകാനും കുഴപ്പമില്ല, കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെന്നുള്ളൂ.
അതിൻ്റെ വീഡിയോ കുറച്ച് നാൾ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും നല്ലൊരു കാഴ്ച കിട്ടി. അതിനുശേഷം നമ്മളൊരു 6 മണിയോടുകൂടി നമ്മളവിടുന്ന് പതിയെ ഇറങ്ങി. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ അടക്കം 4 പേർക്കായത് 125 രൂപയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആകെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇവിടുത്തെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റൊക്കെ ഒരുപാട് പേര് വരുന്ന ആൾക്കാരാണ്. ടോയ്ലറ്റൊക്കെ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീനാക്കി ഒക്കെ ഇടാമെന്നുള്ളൊരു സജഷൻ ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല നീറ്റാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ സ്പോട്ടിൽ വരാൻ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഹട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് സമാധാനമായിട്ട് അതൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. നമ്മളതിന് ശേഷം നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങി. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം എന്തായാലും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഈ സ്പോട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും വരാത്ത ആൾക്കാരൊക്കെ വരാൻ ശ്രമിക്കുക. നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മുടെ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസിൻ്റെ അവിടെ നിർത്തി. അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടമല്ല, അതിൽ നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പം നല്ല പോലെ സൂക്ഷിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയ വീഡിയോകളൊക്കെ വരും. ഗുഡ് ബൈ.